ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ നിങ്ങളൊരു വീട്ടിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, സെക്യൂരിറ്റി ബോക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് സംഭവം. കണ്ടോ, ഇത് ഓൾമോസ്റ്റ് നല്ല വെയിറ്റ് ഉണ്ട്. 8 കിലോ സാധനമാണ് ഞാൻ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് യാലെ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്, ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. നിങ്ങൾക്ക് ഗോദ്രേജ് എന്നൊക്കെ അറിയാവുന്ന പോലെ തന്നെ യാലെ എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും വേറെ ബേസ് വേരിയൻ്റ് ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 9 കിലോ അല്ലെങ്കിൽ 10 ലിറ്റർ 10 ലിറ്ററിൻ്റെ താഴെ വരുന്ന ഒരു മോഡലാണ്. നിങ്ങൾക്ക് ഇത് ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മുടെ അൾമാരിയിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാൾ മൗണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ള ഒരു ലോക്കർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു ഹോം ലോക്കർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നമുക്ക് 4000 രൂപയ്ക്കാണ് സാധനം കിട്ടിയത്. ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്. ഒറിജിനൽ നിങ്ങൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിനോട്ടും പ്രൈസ് കൂടും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഗോദ്രേജിൻ്റെ ആയാലും നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്കും അതുപോലെ തന്നെ ടാഗിങ്ങും ഒക്കെ നിങ്ങൾക്ക് മുകളിൽ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗോദ്രേജിൻ്റെ ബേസ് വേരിയൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോണിൻ്റെ പ്രൈസ് വരുന്നത് 7000 രൂപയാണ്. അതിൽ നമുക്ക് ഇതുപോലെ ഡിജിറ്റൽ സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല, നോർമൽ കീ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ നമുക്ക് കീ പ്ലസ് എന്താ പറയുക നമ്പർ ലോക്കും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഗോദ്രേജിൻ്റെ ഇങ്ങനത്തെ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 9000 രൂപ ഓൺലൈനാണെങ്കിൽ വരും. കടയിൽ പോയി കഴിഞ്ഞാൽ അതിലൊരു 10,000-3000 രൂപ പിന്നെയും കൂടും. അപ്പോൾ ഓൺലൈൻ വാങ്ങിക്കായിരിക്കും ഒന്നുകൂടി ബെറ്റർ. വേറെ കാര്യം നമുക്ക് കാശ് കുറവുള്ള സാധനം നമുക്ക് കിട്ടിയാൽ പറയാം. നമുക്ക് എനിക്ക് ആമസോണിൽ വന്ന് ഫ്രഷ് സാധനമായിരുന്നു. ഒരു ഡാമേജസോ ഒരു സ്ക്രാച്ചോ ഒന്നും സംഭവമാണെന്നില്ല. ബോക്സൊക്കെ ഒറിജിനൽ കണ്ടീഷൻ സംഭവത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു. നമുക്ക് എന്തായാലും ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ കിടക്കുക. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നതാണ്. എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഇൻസ്റ്റാഗ്രാം പേജ് പോലെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണം കേട്ടോ. വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ലോക്കർ കേട്ടോ, യാലെ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് ആക്ച്വലി ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഇതാണ് അവരുടെ സ്റ്റാർട്ടിംഗ് മോഡൽ. അതായത് കപ്പാസിറ്റി വൈസ് സ്റ്റാർട്ടിംഗ് മോഡൽ ഇതാണ്. നിങ്ങൾക്ക് അതിൻ്റെ കപ്പാസിറ്റി ഓൾമോസ്റ്റ് 10 കിലോഗ്രാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 10 ലിറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 8.9 കിലോയിലൊക്കെ ആണ് കറക്റ്റായിട്ട് മാക്സിമം ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഹൈ എൻഡ് വേർഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളൊരു സ്പേസ് മാത്രം മതിയെങ്കിൽ ഇത് വാങ്ങിച്ചാൽ മതി. ഇതിൻ്റെ സെറ്റപ്പ് എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു മാസ്റ്റർ കീ ഇതിനോട് കിട്ടും. 2 കണ്ടു. നമുക്ക് മാസ്റ്റർ കീ ആക്ച്വലി ഇവിടെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിനുള്ളിൽ മാസ്റ്റർ കീ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സാധനത്തിനുള്ളിൽ ബാറ്ററി വേണം. ബാറ്ററി ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ഇതിൽ തന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കിത് നമ്പർ ലോക്ക്, നമുക്കൊരു മാസ്റ്റർ പാസ്വേഡും വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നോർമൽ ഒരു പാസ്വേഡും വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആക്ച്വലി നമുക്കൊരു പാസ്വേഡ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഞാൻ പാസ്വേഡ് എന്തായാലും അടിക്കാം. അപ്പോൾ പാസ്വേഡ് എന്തായാലും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഞാൻ ഇവിടെ പാസ്വേഡ് അടിക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് അമർത്തുക, എന്നിട്ട് ജസ്റ്റ് പാസ്വേഡ് അടിച്ചാൽ മതി. അപ്പോൾ ഞാൻ പാസ്വേഡ് അടിക്കട്ടെ കേട്ടോ. പാസ്വേഡ് അടിച്ചു. ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ സാധനം ഓപ്പൺ ആയി കണ്ടു. ഇതാണ് ഭയങ്കര ഹെവി സാധനമാണ്. ഇതുവരെ ആക്ച്വലി പറയുന്നത് ടാമ്പർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ബ്രാൻഡ് യാലെ എന്ന് പറഞ്ഞ ബ്രാൻഡ് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ഒരു ഡോർ ലോക്കും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇറക്കുന്നതാണ്. അതുപോലെ തന്നെ 2 ഇതുപോലത്തെ ലോക്കുകൾ സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് ബാറ്ററി ഉണ്ട് കേട്ടോ. അപ്പോൾ ബാറ്ററി കഴിഞ്ഞാലും നമുക്ക് ആക്ച്വലി ഈ ക്യൂ ഉപയോഗിച്ച് തുറക്കാൻ പറ്റും. അതാണ് ഇതിന് കീൻ്റെത്. പിന്നെ നമുക്കിത് എൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും അതുപോലെ തന്നെ ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ബോക്സ് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല വിചാരിക്കുന്നു. നോർമൽ യാലയുടെ ബോക്സ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് നമുക്കൊരു എന്താ പറയുക, നമ്മുടെ കൈ ഇത്രയും കപ്പാസിറ്റിയാണ് വരുന്നത്. ബേസ് വേരിയൻ്റാണ് കേട്ടോ. പിന്നെ നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് പലമാരിയിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് സംശയം ആയിരിക്കും, ഇത് ചുമ്മാ ആൾമാരുടെ ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആൾക്കാർ കള്ളമായ ഒന്ന് ഇതെടുത്ത് അടക്കെടുത്തോണ്ട് പോകില്ല. അപ്പോൾ ഈ സാധനം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കാൻ പറ്റില്ല. കണ്ടു, ടാമ്പർ ചെയ്യാൻ പറ്റാത്ത ഒരു ഹോളാണ് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെയാണ് അത് ആക്ച്വലി ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 കീ വെച്ചിട്ടാണ് സാധനം ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഗോദ്രേജിൻ്റെ എല്ലാം അങ്ങനെ തന്നെയാണ് പരിപാടി. നിങ്ങൾ മിക്കവാറും ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടായിരിക്കും, അവിടുത്തെ ആൾമാരിലൊക്കെ അവർ ഇങ്ങനത്തെ സാധനം വെച്ചിട്ടുണ്ടായിരിക്കും. മിക്കവാറും ഗോദ്രേജിൻ്റെ ആയിരിക്കും. അപ്പോൾ ഗോദ്രേജിൻ്റെ ബേസ് വേരിയൻറ്റിലൊക്കെ അത്യാവശ്യം നല്ല കംപ്ലയിൻസുകളുണ്ട്. അപ്പോൾ ഇത് ലോക്ക് ചെയ്യാൻ ചുമ്മാ ആക്കിയാൽ മതി. പിന്നെ ഇത് ലോക്കായി കണ്ടു. പിന്നെ നമുക്ക് ഇനി പാസ്വേഡ് വേണം, എന്നാലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ 2 കളറിൽ അവൈലബിൾ ആണ്. ഈ ഒരു കളറിലും പിന്നെ ഒരു വൈറ്റിഷ് പോലത്തെ ഒരു കളറിൽ അവൈലബിൾ ആണ്. കണ്ടു, അത്യാവശ്യം ഒരു 6 കിലോ 7 കിലോ ഒക്കെയാണ് നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ സൈസല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹോം ലോക്കർ സിസ്റ്റം. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ അത്യാവശ്യം വീട്ടിൽ ക്യാഷും ഡോക്യുമെൻറ്റ്സും ഒക്കെ, ഞാൻ മെയിൻലി ഡോക്യുമെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റോർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സാധനം തന്നെ വേണമെങ്കിൽ പറയാം. അക്സെപ്റ്റ് അല്ല, നിങ്ങൾ ആക്ച്വലി നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് മൗണ്ട് ചെയ്ത് വെക്കുക. ചുമ്മാ വെക്കാണ്ടിരിക്കുക. ചുമ്മാ വെച്ചാൽ പറഞ്ഞ പോലെ തന്നെ ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. മൗണ്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. അത് ആക്ച്വലി അവരുടെ കസ്റ്റമർ കെയർ വിളിച്ചാലും അവർ മൗണ്ടിങ് സപ്പോർട്ട് തരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ഏതെങ്കിലും നിങ്ങളുടെ ഇലക്ട്രീഷ്യനോ അങ്ങനെ സംഭവം വിളിച്ചാലും മതി. അവർ വന്നാലും മൗണ്ട് ചെയ്ത് തരും കേട്ടോ. 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഇതാണ് അതിൻ്റെ മാസ്റ്റർ കീ എന്ന് പറഞ്ഞ സാധനം. കണ്ടു, ഇത് കളയാൻ പാടില്ല കേട്ടോ. അത് കളയരുത്. അതുപോലെ തന്നെ ഈ കീനുള്ളിൽ വെച്ച് അടക്കരുത്, അതൊക്കെ പെട്ടുപോകും. ഇതാണ് നമ്മുടെ ലോക്കിംഗ് സിസ്റ്റം കേട്ടോ. ഇത് ആക്ച്വലി ഗോദ്രേജിൻ്റെയോ അല്ലെങ്കിൽ
യാലേൻ്റെയോ നിങ്ങൾക്ക് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ ആക്ച്വലി നോക്കിയപ്പോൾ ഗോദ്രേജിൻ്റെ ബേസ് വേരിയൻറ്റിലൊക്കെ നല്ല കംപ്ലയിൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഗോദ്രേജ് വേണ്ടാന്ന് വെച്ചു. ഗോദ്രേജിൻ്റെ ബേസ് വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 7,000 രൂപയ്ക്ക് കിട്ടും. കടയിൽ പോയി കഴിഞ്ഞാൽ 9,000 രൂപയ്ക്ക് ആവട്ടാ. അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കുക തന്നെയാണ്. അപ്പോൾ ഞാനും ഇത് ആമസോണിൽ തന്നെയാണ് വാങ്ങിച്ചത്. നമുക്കിത് ആക്ച്വലി 4,000 രൂപയ്ക്ക് കിട്ടിത്തട്ടെ. അപ്പോൾ യാലേൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് 4,000 രൂപയ്ക്ക് കിട്ടും, ഗോദ്രേജിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് 7,000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നോക്കി തിരഞ്ഞെടുക്കാം. ഗോദ്രേജിൻ്റെ ബേസ് വേരിയൻറ്റിലാകുമ്പോൾ നമുക്ക് ഈ നമ്പർ സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നോർമൽ കീ ലോക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനത്തെ മോഡൽ നിങ്ങൾക്ക് ഗോദ്രേജിൻ്റെ കിട്ടണമെങ്കിൽ 9,000 രൂപ കൊടുക്കേണ്ടി വരും. ഓൺലൈനാണെങ്കിൽ 9,000 കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് എനിക്ക് അത്ര അങ്ങോട്ട് എന്താ പറയുക വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയില്ല. പിന്നെ ബ്രാൻഡ് വൈസ് ആയിക്കോട്ടെ യാല തന്നെ ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് നോക്കി തിരഞ്ഞെടുക്കാം. നമുക്ക് ഡിസൈൻ വലിയ വ്യത്യാസമൊന്നുമില്ല, ബിൽഡ് ക്വാളിറ്റിയിലും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഈ സാധനം ഉണ്ട് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ എന്തായാലും ടാഗ് ചെയ്യാം. ആമസോണിൽ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.